എവിടെയാണെങ്കിലും മലയാളികൾ ഉണ്ട് എന്ന് പറയുന്നത് ശരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേപ്പാൾ എന്ന് പറയുന്നത് ഒരു വിനോദസഞ്ചാര മേഖല കൂടിയാണ്. ആളുകളൊക്കെയും ഏറ്റവും കൂടുതൽ പോകുന്നതും അങ്ങോട്ടേക്ക് തന്നെയാണ് അല്ലേ? അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം അവിടെ സേവനങ്ങൾ എത്തിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് നോർക്ക തന്നെയാണ് എപ്പോഴും സഹായകരമാവാറുള്ളത്. എബിയുണ്ട് ഇപ്പോൾ. എബിയോട് ചോദിക്കാം, നോർക്ക എങ്ങനെയാണ് എബി എങ്ങനെയാണ് നോർക്കയുടെ ഒരു ഏകോപനം ഈ നേപ്പാളിലെ ഈ ഒരു സാഹചര്യത്തിൽ? മായ, ഐശ്വര്യ, ഈ സംഭവം വലിയ നമ്മൾ സമാനതകളില്ലാത്തൊരു ദുരന്തമൊക്കെ പറയുന്ന പോലെ തന്നെ അതിനെ ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ നമുക്ക് ആ നിലയ്ക്ക് തന്നെ കാണാൻ കഴിയും. നേപ്പാളിലുണ്ടായിട്ടുള്ള ഈ ഒരു ദുരന്തം എന്ന് പറയുന്നത് അതിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മലയാളികൾ എല്ലായിടത്തും തന്നെ ഉണ്ട്. ഈ ഒരു ദുരന്തം ഉണ്ടായപ്പോഴും ഏറ്റവും മലയാളികളെ ആശങ്കപ്പെടുത്തിയതും ഇത്തരത്തിൽ ഇവിടെ നിന്ന് ആരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഈ പ്രളയത്തിൽ ആരൊക്കെ പെട്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ഏതാണ്ട് 36ഓളം പേര് വരുന്ന ഒരു സംഘം, കാഞ്ഞങ്ങാട് നിന്നുള്ള ഒരു സംഘം ഉൾപ്പെടെ അവിടെ ഈ ദുരന്തബാധിത പ്രദേശത്ത് ഇപ്പോൾ അവർ സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന ആശ്വാസകരമായിട്ടുള്ളൊരു വിവരം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ദുരന്തത്തിൽ അവിടെ പെട്ടുപോയിട്ടുള്ള ആളുകൾ നിരവധിയായിട്ടുണ്ട് എന്നുള്ളതും ഇതോടൊപ്പം തന്നെ ഉണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി നോർക്ക കൃത്യമായിട്ടുള്ള ഇടപെടൽ വളരെ വേഗം തന്നെ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതിൽ 1070 എന്നുള്ളതാണ് നോർക്കയുടെ ആ ഒരു ടോൾ ഫ്രീ നമ്പർ. അതോടൊപ്പം തന്നെ മറ്റ് 2 നമ്പർ കൂടി ഇതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് അതിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. 94 47 11 18 44 എന്നുള്ളതാണ് ഒരു നമ്പർ. ഒപ്പം തന്നെ 97 47 13 21 47 എന്ന മറ്റൊരു നമ്പർ കൂടിയുണ്ട്. അങ്ങനെ ഈ 2 നമ്പർ കൂടി ഇതോടൊപ്പം തന്നെ ചേർത്ത് നൽകിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ, അതായത് ഇത്തരത്തിൽ ആരെങ്കിലും ആ പ്രദേശങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ തോന്നുന്ന ബന്ധുക്കൾക്കും ഒപ്പം തന്നെ സുഹൃത്തുക്കൾക്കും ഒക്കെ തന്നെ അവരുടെ വിവരങ്ങൾ, ഒപ്പം അവരേത് ദിവസമാണ് അവിടെ എത്തിയിട്ട് ഈ ദുരന്തബാധിത പ്രദേശത്ത് അവർ എപ്പോഴാണ് എത്തിയിരിക്കുന്നത്, ഒപ്പം ഏത് ട്രാവൽ ഏജൻസിയാണ് അവരെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ നൽകിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ആ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വേണം ഈ നോർക്കയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായും വളരെ വേഗം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നോർക്കയും വ്യക്തമാക്കുന്നത്. മലയാളികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്ക് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1070 എന്നുള്ള നമ്പറിൽ വിവരങ്ങൾ തേടാം എന്നുള്ളതും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. എന്തായാലും ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ഏകോപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി തന്നെ ഇടപെടുകയും ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത് വിദേശകാര്യ മന്ത്രാലയം ആയി ബന്ധപ്പെട്ട് കൂടി നടപടികൾ ഏകോപിപ്പിക്കണം എന്നുള്ളൊരു കാര്യം കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറിയാണ് ഈ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ, അതായത് രക്ഷാപ്രവർത്തനവും ബന്ധപ്പെട്ട മലയാളികൾക്കുള്ള സഹായങ്ങൾ എത്രയും വേഗം അത് ഏറ്റവും ത്വരിതഗതിയിൽ തന്നെ നടത്തണം എന്നുള്ളൊരു നിർദ്ദേശത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടിരുന്നു. നോർക്കയും സമാനമായ രീതിയിൽ തന്നെ ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നോർക്ക പ്രധാനമായും നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പരിധിയിൽ തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ നോർക്കയും ഇതിൽ വളരെ ജാഗ്രതയോടുകൂടി തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഐശ്വര്യ, എബി പറഞ്ഞതുപോലെ തന്നെ ഈ പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അടിയന്തര സഹായം എത്തിക്കേണ്ടതുണ്ട്, സേവനങ്ങൾ വേണം, വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനൊക്കെ വേണ്ടിയാണ് നോർക്ക ഹെൽപ്പ് ഡെസ്ക് തുറന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ നടപടി. ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഏകോപിപ്പിക്കേണ്ടതുണ്ട്. ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരിക്കുകയാണ്.